ഹായ് എല്ലാവർക്കും അവർ ജേണി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വിഷമത്തോട് കൂടിയിട്ട് നീണ്ട 20 വർഷത്തെ പ്രവാസ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചു. നമ്മൾ ഇന്ന് ഇവിടുന്ന് ദുബായോട് വിട പറയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് മനോട്ടം. അതായത് രേഖ പറഞ്ഞ പോലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അതായത് നീണ്ട 20 വർഷം ഒരേ കമ്പനിയിൽ, ഒറ്റ കമ്പനി യു എയിൽ ഞാൻ വന്നിട്ട് ഒരേ ഒരു കമ്പനി 20 വർഷം. അപ്പോൾ എൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു ഇന്നലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റായി. പാക്കിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടെർമിനൽ 2. അപ്പോൾ ഒരു 4 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുന്ന വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ 2 ലഗേജ്. ഇന്നലെ കുറച്ച് കാർഗോ അയച്ചു. ബാക്കി ഞങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാനുള്ള ബാഗേജാണ് ഈ 2 30 വെച്ച്. ബാക്കി ഹാൻഡ് ബാഗ് റൂമിലാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ 2 ഹാൻഡ് ബാഗ്. ഇതിലൊക്കെ 10 kg വെച്ച് ആക്കി വെച്ചിട്ടുണ്ട്. 7 ടിക്കറ്റിൽ എഴുതിയിട്ടുള്ളത് 10 പോകുമെന്ന് പറയുന്നുണ്ട്. ബാക്കി അവിടെ വെച്ച് നോക്കാം. റെൻഡറായിട്ട് എടുക്കാൻ പോരെ? ടെർമിനൽ 2 അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ കുറച്ച് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ. എപ്പോഴും നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇറങ്ങുന്നല്ലോ. കാരണം നമുക്ക് റോഡിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ട്രാഫിക്ക് ഇവിടെ നമുക്ക് സുഖമായിട്ട് വന്നിരിക്കും. ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ടൈമോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ 4 മണിക്കൂർ മുന്നേ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ കയറിയതിന് ശേഷം. രാഗാസ് കിച്ചൺ ഫോണിലുണ്ടല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിട്ടോ. 2 ബോർഡിംഗ് പാസ്സാണ്. അപ്പോൾ നമ്മുടെ ദുബായോട് ഇവിടെ പറയണതിൻ്റെ ഒരു ആദ്യത്തെ ടിക്കറ്റ്. അതെ, ലാസ്റ്റ് ദുബായ് പറയാൻ പറ്റില്ല. ടിക്കറ്റ് അടിച്ച് വിട്ടു വരും കേട്ടോ. പിന്നെന്താ പറയുക, ബോർഡിംഗ് പാസ് കിട്ടുന്ന സമയത്ത് ഇത്തിരി ടെൻഷനിലായിരുന്നു. കാരണം ഇതിൽ 30 പ്ലസ് ഒത്തിരി കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. നല്ല ടെൻഷനായിരുന്നു. ഇവിടുത്തെ കടമ്പ് കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് അവിടെയും ത്രാസൊക്കെ പിടിച്ച് നിൽക്കുന്ന ചില ടീമുകളുണ്ട്. ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ആ കടമ്പൂടി നടക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞുകൊണ്ടിരിക്കും വീടെത്തുന്നവരെ. സംഭവം അല്ലേ? 5 മിനിറ്റ് ബാക്കിയില്ലേ? 15 മിനിറ്റ്.
അതാണ് ഞങ്ങൾ ലാൻഡായി. ഇതാണ് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിൽ വളരെ തിരക്ക് കുറവായിരുന്നു. നല്ല സുഖമായിട്ട് ഇറങ്ങി വന്നു കേട്ടോ. തിരക്ക് വളരെ കുറവായിരുന്നു. കണ്ടില്ലേ, ഞങ്ങൾക്ക് അരമണിക്കൂർ പോലും നിൽക്കണ്ടോന്നില്ല. വളരെ കുറവാണ്. സുഖമായിട്ട് എല്ലാവർക്കും ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ സുഖമായിട്ട് എത്തിച്ചേർത്തിട്ടോ. കസ്റ്റംസ് ക്ലിയറൻസും ഇമിഗ്രേഷനൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എവിടെയും തടസ്സമുണ്ടായില്ല. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയുടെ എൻഡിങ് ഭാഗം വീട്ടിൽ ചെന്നതിന് ശേഷം കേട്ടോ. റോട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, റോട്ട് നല്ല മഴയുണ്ട്. ഓക്കെ, ഞങ്ങൾ എയർപോർട്ടിൽ വരുമ്പോഴേക്ക് തട്ടുകടയിൽ നിർത്തിക്കൊണ്ടിരുന്ന ഭക്ഷണം ഇതൊക്കെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുകളാണ് കേട്ടോ. എല്ലാവരും ഇതെൻ്റെ ഏറ്റവും നല്ല മോള് ബാവല, ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുകളാണ്. ഫാമിലി അല്ല. അപ്പോൾ അവിടെ തട്ടുകടയിൽ ഭക്ഷണമൊക്കെ നിർത്തിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. അപ്പൊ ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ വീട് തൃശ്ശൂര് രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ അടുത്താണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കണ്ടിട്ടാണ് അക്കാദമിയും വരുന്നതും. പിന്നെ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ, വിമല കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മിൽമ. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളുടെ ഈ ദുബായ് ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോയി വീട്ടിലേക്ക് എത്തി. 20 വർഷത്തോളം ഞാൻ പറഞ്ഞിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി. ഇനി നാട്ടിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എന്തിരിക്കും. അതുവരെയും ടാറ്റാ, ബൈ ബൈ.